ഓം നമഃ ശിവായ. പലരും ചോദിച്ച ചോദ്യങ്ങളും കൂടി ഇതുവരെയാണ് ഖഡ്ഗരാവണ വിഹരണ ഹോമത്തിനെ പറ്റിയുള്ളത്. അപ്പോൾ ചിലവർ ഖഡ്ഗരാവണമൂർത്തി എന്നല്ലേ പറയുള്ളൂ, വിഹരണമൂർത്തി എന്ന് പറയുന്നുണ്ടോ? അങ്ങനെ ഇങ്ങനെ അതിൻ്റെ ഉത്തരം എനിക്കത്രയുള്ളൂ. എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു തന്നേക്കണം അങ്ങനെയാണ്. പൊതുവേ മറ്റു പലരും പല പേരുകളിൽ തന്നെയാണ് അദ്ദേഹത്തെ പറയുന്നത്. പക്ഷെ ഒന്ന് പറയാതെ വയ്യ, ശിവൻ്റെ ഏറ്റവും രൗദ്രമായ മൂർത്തിഭാവങ്ങളിൽ ഒന്നാണ് ഖഡ്ഗരാവണൻ എന്നത്. ഖഡ്ഗരാവണനെ ശരിയായ രീതിയിൽ ആവിർഭവിപ്പിച്ചാൽ തീരാത്ത ബാധകളോ ദുരിതങ്ങളോ ഇല്ല. ശരിയായ ചമതകളെ കൊണ്ട്, ശരിയായ കർമ്മങ്ങളെ കൊണ്ട് പൂജിച്ചാൽ അതിൻ്റെ ഫലം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മൾ പ്രതീക്ഷിക്കുന്നേക്കാളും ശക്തമായിട്ട് നമ്മളെ തുണയ്ക്കാൻ വരുന്നൊരു ദേവനാണ് ഖഡ്ഗരാവണൻ. പക്ഷേ പ്രീതിപ്പെട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് മാത്രം. കൃത്യമായ കർമ്മങ്ങൾ നമുക്കതിനാവശ്യമാണ്. ഓം നമോ പശുപതേ, ഓം നമോ ഭൂതാധിപതയം തുടങ്ങുന്നൊരു മന്ത്രമുണ്ട്. അങ്ങനെ പല മന്ത്രങ്ങളും ഖഡ്ഗരാവണ പൂജയ്ക്ക് ഓരോരുത്തർ ഉപയോഗിക്കുന്നുണ്ട്. അത് ഏത് ഉപയോഗിക്കുന്നതും തെറ്റാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ചിലർ ഖഡ്ഗരാവണ ബലി ചെയ്യുന്നുണ്ട്, അതും തെറ്റാണെന്ന് നമ്മൾ പറയാൻ ആളല്ല. ഓരോരുത്തരും അവരവരുടെ രീതിയിലാണ് ചെയ്യുന്നത്. കൃത്യമായി ചെയ്താൽ അതിന് ഫലമുള്ള ഒരു കർമ്മമാണത്. നമ്മളിവിടെ ചെയ്യാറുണ്ട്. അതിൻ്റെ വലിപ്പ ചെറുപ്പങ്ങൾക്കനുസരിച്ച്, ആ കർമ്മത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ചെയ്യാറുണ്ട് ഖഡ്ഗരാവണ ഹോമം. അതുപോലെ എനിക്ക് അപൂർവമായിട്ട് ചെയ്യേണ്ടി വരാത്ത, എന്നുവെച്ചാൽ എപ്പോഴും ചെയ്യേണ്ടി വരുന്നൊരു കർമ്മമാണ് നീലഗുരുതി. കോടതി കേസുമായി ബന്ധപ്പെട്ട അനുകൂലം കിട്ടാനായിട്ട് ചെയ്യുന്നൊരു കർമ്മമാണത്. അപ്പോൾ പലരും ചോദിക്കും, അങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ എല്ലാവരും ഈ നീലഗുരുതി ചെയ്താൽ എല്ലാവരുടെയും കേസുകൾ ജയിക്കേണ്ടതെന്ന്. അതെനിക്കറിയില്ല. പക്ഷെ നമുക്കത് ന്യായമുണ്ടെന്ന് തോന്നിയതും ഭഗവാൻ രാശിയിൽ ചെയ്തോളാൻ പറഞ്ഞ് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നമുക്ക് അനുകൂലം കാണാറുണ്ട്. കാരണം 12 ദിവസമാണ് ഈ കർമ്മം ചെയ്യുന്നത് രാത്രികളിൽ. അതിൻ്റെ ഫലവും കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ എടുത്ത് പറഞ്ഞത്. മറ്റുള്ളവർ ചിന്തിക്കുന്ന പോലെ ഇപ്പോൾ പലരും ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്, അതങ്ങനെയല്ല ഉണ്ടാവേണ്ട, ഇങ്ങനെയല്ല ഉണ്ടാവേണ്ട കുറ്റം പറഞ്ഞത്. അതൊന്നും എനിക്കറിയില്ല. ഞാൻ അതിലൊന്നും ഇടപെടാൻ ആളുമല്ല. ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ ഫലം ഉണ്ടാവുന്നുണ്ടോ എന്ന് മാത്രമേ ഞാൻ അന്വേഷിക്കാറുള്ളൂ. എൻ്റെ ആവശ്യത്തിനായാലും മറ്റുള്ളവരുടെ ആവശ്യത്തിനായാലും കോടതി സംബന്ധമായ വിഷയങ്ങളിലേക്ക് പെട്ടെന്ന് ഇടപെടുമ്പോൾ നീലഗുരുതി ചെയ്യാറുണ്ട്. ഞായറാഴ്ച ഇല്ലത്തെ സേവകളിലൊന്നായ മറ്റന്തമ്പുരാൻ്റെ സങ്കല്പത്തിൽ വഴിപാട് ചെയ്താലും അത്യാവശ്യം കാര്യങ്ങൾ, കോടതി കേസിൽ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടന്നു കാണാറുണ്ട്. അതൊരു ഗുണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്നെ സംബന്ധിച്ചോളം ആരെ ആശ്രയിച്ചാലും നമ്മുടെ കാര്യങ്ങളും നടക്കണം, ഇവിടെ തേടി വരുന്നവരുടെ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കണം. എന്നാൽ മാത്രമേ നമ്മൾ പറയുന്നതിൻ്റെ ഫലം ഉണ്ടാവുള്ളൂ. നന്ദിയെ സാക്ഷിയാക്കി നമ്മൾ ജ്യോതിഷം നോക്കുന്ന പോലെ തന്നെ നന്ദിയെ സാക്ഷിയാക്കിയിട്ട് നമ്മൾ കർമ്മങ്ങളും ചെയ്യാറ്. ഖഡ്ഗരാവണ വിഹരണ ഹോമം, നീലഗുരുതി, അതുപോലെ തന്നെ സുന്ദരി യക്ഷി ഗന്ധർവ രാജന്മാർക്ക് പൂജകൾ പതിവുണ്ട്. യക്ഷിണി ദോഷം, ഗന്ധർവദോഷം കൊഴിഞ്ഞു പോകാനായിട്ടുള്ളത്. അത് ഒരു പൂജയും നമ്മളുടെ ഒരേ ദിവസം 2 പേർക്കും 3 പേർക്കൊന്നും ചെയ്യാറില്ല. ഒരാൾക്ക് ചെയ്യൂ. അതിന് വേണ്ടുന്ന തുക എത്രയാണോ വരുന്നത് അത് നമ്മൾ വാങ്ങി കൃത്യമായിട്ട് ചെയ്യാറുമുണ്ട്. അപ്പോൾ അതിൻ്റേതായൊരു മാറ്റം എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മളോട് പറഞ്ഞു, ചില ഉപാസനകൾ ചെയ്യണം, ചില വ്രതങ്ങൾ ചെയ്യണം. വശ്യം ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ ചില നിബന്ധനകൾ വയ്ക്കാറുണ്ട്. വശ്യം ചെയ്തു കൊടുക്കില്ല എന്നല്ല, അത് ദമ്പതികളാണെങ്കിൽ നമ്മൾ യാതൊരു ചോദ്യവും ഇല്ലാതെ അവർക്ക് പരസ്പരം വശ്യം ഉണ്ടാവാൻ വേണ്ട കർമ്മങ്ങൾ ചെയ്ത് റെഡിയാക്കി കൊടുക്കാറുണ്ട്. പ്രേമസംബന്ധമായ വിഷയങ്ങളാണെങ്കിൽ അവർ കല്യാണം കഴിക്കാനാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മളതിന് ഇടപെടാറുള്ളൂ. തരികിട കളികൾക്ക് നമ്മൾ കൂട്ടു നിൽക്കാറില്ല. ബാധാവേർപാടുകൾ ഒരു പരിധി വരെയുള്ളതൊക്കെ നമുക്കിവിടെ വന്നാൽ മാറ്റി കൊടുക്കാൻ പറ്റാറുണ്ട്. ശത്രുദോഷങ്ങൾ ഇതുകളൊക്കെ, ശത്രുതാദോഷമാണ് പ്രധാനമായിട്ട് മാറേണ്ടത്. ശത്രുദോഷത്തെക്കാളും കൂടുതലെന്നാ പറയുക. പിന്നെ ബാധകളിലൊരു 80% സൈക്കോസൊമാറ്റിക് ആയിരിക്കും.
ആ സൈക്കോസൊമാറ്റിക്കിലൊരു 30% മാനസികം എന്താ പറയുക, നമ്മൾ മനഃപൂർവ്വം കള്ളത്തരത്തിൽ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന കള്ളബാധകളും ഉണ്ടാവാറുണ്ട്. ബാക്കിയുള്ളത് അപൂർവമായിട്ട് നല്ല ഒറിജിനൽ ബാധകളെയും കണ്ടിട്ടുണ്ട്, നമ്മൾ സാന്നിധ്യമായിട്ടും കണ്ടിട്ടുണ്ട്. അതൊന്നും നമ്മൾ മാറ്റാറുണ്ട്. അതാണ് നമ്മൾ പറയാൻ കാരണം. മാരണകർമ്മങ്ങൾ നമ്മൾ അപൂർവമായിട്ട് ചെയ്യാറുള്ളൂ. അതില്ലാണ്ട് ഒഴിവാക്കണം എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. കാരണം ആരെയും സംഹരിക്കാൻ നമുക്ക് അധികാരമില്ല എന്നാണ് ഞാൻ കരുതാറ്. ജീവൻ കൊടുക്കാൻ നമുക്ക് സാധിച്ചൊന്നും വരില്ല. അതിന് കാരണം ദോഷത്തെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും. പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മൾ കൊല്ലുന്ന കർമ്മങ്ങളും ചെയ്യരുത് എന്നുള്ള പക്ഷക്കാരനാണ്. ഉച്ചാടനമൊക്കെ ചെയ്തിട്ടുണ്ടില്ല എന്ന് പറയില്ല. ഉച്ചാടന കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നാൽ ചെയ്തിട്ടുണ്ട്. ഗുരുനാഥൻ രാമചന്ദ്ര മഹാരാജ് സ്വാമികളുടെ അനുഗ്രഹം കൊണ്ടും മറ്റു ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങളെ കൊണ്ടും നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് ചെയ്തെടുക്കാൻ പറ്റാറുണ്ട്. പരശുരാമ പ്രോക്തമായ അനുഗ്രഹങ്ങളെ കൊണ്ട് കാര്യങ്ങൾക്ക് ഒരുവിധം വിശ്വസിച്ച് വരുന്നവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാറുണ്ട്. ഈ വശ്യകർമ്മങ്ങളും അകൽച്ചാകർമ്മങ്ങളും ഇപ്പം എന്താ പറയുക, അച്ഛനമ്മമാരും ഒരു പറയാം എൻ്റെ മോളിൻ്റെ ഒരു പ്രേമത്തിലാണ്, അതൊന്ന് പൊളിച്ചെന്ന് പറഞ്ഞാൽ ന്യായം ഉണ്ട്, വേണ്ട പൊളിക്കാറുണ്ട്. ഞാൻ ഇല്ലയെന്നൊന്നും പറയാറില്ല. കാരണം നൊന്ത് പ്രസവിച്ച അച്ഛനമ്മമാരെക്കാളും വലുതായിട്ട് വേറെ ലോകത്ത് ആരും ഇല്ല എന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഈ പ്രേമവശ്യത്തിന് വലിയ താല്പര്യം ഞാൻ കൊടുക്കാത്തത്. ഇവിടെ അത്യാവശ്യ ഘട്ടം വന്നാൽ മാത്രമേ അത് ചെയ്യാറുള്ളൂ. ദമ്പതികൾക്കിടയിൽ വശ്യം ഉണ്ടാവാൻ വേണ്ടി ചെയ്യാറുണ്ട്. പക്ഷെ അതിനേക്കാളേറെ പറ്റിയുള്ളൊരു കാര്യമാണ്, ഒരു മാന്ത്രികന് സ്വന്തം കാര്യത്തിന് വേണ്ടി ആർക്കും ഒരിക്കലും ഒരു മാന്ത്രികം ചെയ്യാൻ പറ്റില്ല എന്നതും ഇതിൽ ഒരു സത്യമാണ്. അതുപോലെ തന്നെ ഞാൻ ഒരിക്കലും എൻ്റെ ഉപാസനാമൂർത്തികളെ കൊണ്ട് ദാസ്യവേല ചെയ്യിക്കാറില്ല. 7 ദിവസം കൊണ്ട് കാര്യം നടത്ത്, 10 ദിവസം കൊണ്ട് കാര്യം നടത്ത്, പോയി നടത്തിയിട്ട് വാ, അല്ലെങ്കിൽ തന്നെ തല്ലും തീയും കൊണ്ട് വിഷയം ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യുന്നുള്ള ഒന്നും നമ്മൾ പതിവില്ല. ദേവതകളെ പൂജ കഴിക്കും, നന്നായി പ്രാർത്ഥിക്കും, അതിനുവേണ്ട വഴിപാടുകൾ ചെയ്യും, അതിനുള്ള ഹോമപൂജ വിധാദികൾ ചെയ്യും, അവരോട് അപേക്ഷിക്കും. അതുകൊണ്ട് എന്താ, അവർ നമ്മളെ കൂടെ ഒരു പരിധി വരെ കൂടുതൽ നമുക്ക് നിൽക്കാറുമുണ്ട്. നമുക്കൊരാപത്ത് വരുമ്പോഴേക്കും പരമാവധി അതിൽ നിന്ന് കടത്തിയെടുത്ത് തരാറുമുണ്ട്. നിർബന്ധമാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇവിടെ ഒരു കാരണവശാലും ദേവന്മാരെ കൊണ്ട് ദാസ്യവേല ചെയ്യിക്കുന്ന പരിപാടിയില്ല. ചിലരും എന്നിട്ട് പറഞ്ഞു തരും, ഇനി എന്നിട്ട് ചെയ്യിക്കുമോ, അങ്ങോട്ട് ഭഗവാനോട് പറഞ്ഞുകൊണ്ട് ചെയ്യിക്കുമോ? ഞാൻ പറഞ്ഞു ഒരിക്കലും അത് പതിവില്ല, അത് ചെയ്യൂല. കാരണം ഭഗവാൻ എൻ്റെ ഇല്ലത്തെ ജോലിക്കാരനല്ല. അവർക്ക് വേണ്ട വഴിപാടുകൾ ചെയ്ത് അവരെ പ്രീതിപ്പെടുത്തി നമ്മുടെ കാര്യത്തിന് അപേക്ഷ സമർപ്പിക്കാമെന്നല്ലാതെ ഞാനിതാക്കാറില്ല അവിടെ. അതാണ് എൻ്റെ രീതി. അപ്പോൾ കർമ്മങ്ങളുടെ രീതിയെപ്പറ്റി ഞാനിതിൽ പറഞ്ഞു. അടുത്ത പ്രാവശ്യം ഇതിൻ്റെ ഫലസിദ്ധികളും അതിന് വേണ്ട കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് സംസാരിക്കാവുന്നതാണ്. ഹര നമ പാർവതീപതേ, ഹര ഹര മഹാദേവ, ശംഭോ രുദ്ര മഹാദേവ.